വൾണറബിൾ നാർസിസം. നേരത്തേത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ എല്ലാവരിലും ഉള്ളതാണ് ഈ ടൈപ്പ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ്സ്. ഇവരുടെ കൂടെ ഉള്ളവർ, എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, മാരേജ്, ക്ലോസ് ഫ്രണ്ട്സ്, ഈ സർക്കിൾ ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ നാർസിസിസ്റ്റുകളിൽ നിന്നും സഫർ ചെയ്യുന്നത്. ഐ ടെൽ യു വൈ ഇൻ എ സെക്കൻഡ്. ഒരു അഡൾട്ടിന് ഈ സ്വഭാവം പലപ്പോഴും അവർ വളർന്നു വന്ന സാഹചര്യത്തിലെ ട്രോമയിൽ നിന്നോ ബുള്ളിയിങ്ങിൽ നിന്നോ കളിയാക്കലുകളിൽ നിന്നോ ഒക്കെ വരുന്നതാവാം. ഇവർ ചെറിയ പ്രായത്തിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടവരാവാം, ഇമോഷണലി നെഗ്ലക്ട് ചെയ്യപ്പെട്ടവരാവാം, ഇൻസെക്യൂരിറ്റീസിൽ നിന്നും ഉണ്ടായ വിഷമം ആരും കേൾക്കാനോ അത് നിന്റെ പ്രശ്നമല്ല എന്ന് ആരും പറഞ്ഞ് സമാധാനിപ്പിക്കാത്തവരുമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതോ വളർന്നതോ ആയ അവരിലുള്ള കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. ഇതനുസരിച്ച് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത് പല രീതിയിലായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആണ്, ഇൻസെക്യൂർ അല്ല എന്ന് കാണിക്കാൻ മാക്സിമം അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കും. പക്ഷേ ഹാർഡസ്റ്റ് തിങ് ഈസ്, ഒരു വ്യക്തി നന്നാവണം എന്ന് വെച്ചാലും മറന്നുപോയതൊക്കെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ചുറ്റിലും ഉണ്ടാവും. അപ്പോൾ ഹൈഡ് ചെയ്യുക എന്ന ഓപ്ഷൻ എല്ലാവരിലും വർക്കായി എന്ന് വരില്ല. ആ സ്റ്റേജിലും ഒന്നും റിസോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹൈഡിങ് മാറി ദേ വിൽ സ്റ്റാർട്ട് വിക്ടിമൈസിങ്. അവിടെയാണ് അവർ കൂടെ ഉള്ളവരെ ഡ്രെയിൻ ചെയ്യിക്കുന്നത്. ഇവര് എല്ലാവരോടും ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയോ ഇവരുടെ ട്രോമയെ പറ്റിയോ പറയാറില്ല. വളരെ ക്ലോസ് ആയ അവരെ ജഡ്ജ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളവരോടെ പറയാറുള്ളൂ. പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ അവർ റെഡി അല്ലാത്തടത്തോളം കാലം ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ആള് എന്തൊക്കെ പറഞ്ഞാലും, എത്ര റീഅഷുറൻസ് കൊടുത്താലും, എത്ര ടൈം എടുത്താലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് ഒന്നും തികയാത്ത പോലെ തോന്നും. ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ പാസ്റ്റ് ട്രോമ കാരണമാണെന്നുള്ളത് കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്യിക്കും. അത് എക്സ്ക്യൂസ് ആയിട്ട് പലതിനും ഉപയോഗിക്കും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് ട്രിഗർ ആകുമ്പോൾ അത് പറയാൻ നിങ്ങളുടെ അടുത്ത് ഓടി വരും. മണിക്കൂറുകളോളം നിങ്ങൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടതായും വരും. സ്നേഹത്തിന്റെ പുറത്ത് കൊടുക്കണ്ടെന്നല്ല, പക്ഷേ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയാളുടെ ബ്രെയിനിന് എന്തുമാത്രം ലാഗായിരിക്കും. ഇനി ഈ വൾണറബിൾ നാർസിസ്റ്റുകൾക്ക് എംപതിയും കൂടെ ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഡെപ്ത് തോന്നില്ല. മോസ്റ്റ്ലി അവരുടെ അപ്ഡേറ്റുകളും അവരെ റിയഷ്യോർ ചെയ്യുന്നതുമാവും കൂടുതൽ പറയാനുണ്ടാവുക. കേൾക്കുന്നവർക്ക് എനർജി ഡ്രെയിനായി കഴിയുമ്പം ഇവഞ്ച്വലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് വേറെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാനോ അല്ലെങ്കിൽ പുതിയ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്താലോ ഇവർ ഡിഫെൻസീവായെന്നായിരിക്കും. സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അതവരെ ട്രിഗർ ചെയ്യിക്കും. നിനക്കും ഞാനൊരു ശല്യമായില്ലേ എന്ന ഗിൽറ്റ് ട്രിപ്പ്. ദാറ്റ്സ് വൈ കൂടെ ഉള്ളവരാവും ബുദ്ധിമുട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഈ സ്റ്റേജിലും ഒന്നും റിസോൾവ് ആയില്ലെങ്കിൽ ഇറ്റ് മേ കം ടു എ പോയിന്റ് ഇവരുടെ ഇൻസെക്യൂരിറ്റീസിൽ അങ്ങ് യൂസ്ഡ് ആയി പോകും. പിന്നെ ഒരാൾ കോംപ്ലിമെന്റ് ചെയ്താൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാവും.